ഹലോ, ഇടുക്കിയിലോട്ട് ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോവാണ്. നല്ല ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. നമ്മൾ ഹെവി റെയിനൊന്നുമല്ല, നമുക്ക് വണ്ടിയിലൊക്കെ എൻജോയ് ചെയ്ത് പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ വാട്ടർഫോളൊക്കെ കണ്ടു. അവിടെ നിർത്തി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെയും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഇയർ മഫ് അത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ആമിന ഇത് കുറേ നാളായി ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇയർ മഫൊക്കെ ആമിനക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ അഡ്വഞ്ചർ പാർക്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, റോപ്പ് ബ്രിഡ്ജ്. അപ്പോൾ ഷാമോളാണ് ഈ റോപ്പ് ബ്രിഡ്ജിൽ പോണ ആൾക്ക് ഭയങ്കര പേടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ എനിക്കതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവളാണ് ഇത്രയും അഡ്വഞ്ചറിന് തയ്യാറായി കയറണം എന്ന് പറഞ്ഞ് വാശിയിൽ അവൾ അതിൽ കയറി. പക്ഷെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. കാണുമ്പോൾ ഇതുവരെ കാണുമ്പോൾ ഈ ഹൈറ്റ് ഉള്ളൂന്നുണ്ടെങ്കിലും ഇത് ഒരു റിവറിനെ ക്രോസ് ചെയ്തിട്ടാണ് ഈ ബ്രിഡ്ജ് അപ്പുറത്തോട്ട് എത്തുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഷാമോൾക്ക് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ആളത് ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ഫുള്ളായിട്ട് അവൾ അത് ബ്രിഡ്ജിലൂടെ പോയി അവസാനിപ്പിച്ച്. താഴോട്ട് നോക്കണ്ട, നേരെ നോക്കിയാൽ മതി. ട്രക്കിങ്ങിന് പോയപ്പോൾ എനിക്കിങ്ങനെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രക്കിങ്ങിന് പോകുന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടിയായിട്ട് മൊബൈൽ ശരിക്കും പിടിക്കാനൊന്നും പറ്റാത്ത കാരണം എങ്ങനെയൊക്കെയോ ബാക്ക് സൈഡിൽ നിന്നുള്ള കുറച്ച് വ്യൂസാണ് എടുത്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി നല്ല സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് എന്തോ ഭാഗ്യത്തിന് ചിക്കൻ മന്തിയൊക്കെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ബ്രിഡ്ജ് ഉണ്ട്, അത് അവിടെ കയറി അതിന് താഴെയുള്ള റിവറിൽ നമ്മൾ ബോട്ടിങ് ചെയ്തു. ഫാമിലിയായിട്ട് ബോട്ടിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ അവർ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഷാമോൾക്ക് ഒറ്റക്കൊന്ന് തുഴഞ്ഞു നോക്കണം എന്ന് പറഞ്ഞ് തുഴയൊക്കെ വാങ്ങി ആൾ ഒറ്റക്കൊന്ന് തുഴഞ്ഞു നോക്കുകയാണ്. അപ്പോൾ പായസത്തിൽ കയ്യിലിട്ട് ഇളക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് അവളെ കളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ. പിന്നെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെയും ഞങ്ങൾ തിരികെ വരികയാണ്. തിരിച്ച് ഞങ്ങൾ വരുമ്പോഴാണ് ആമിന വണ്ടിയിലിരുന്നിട്ട് ബാക്കിൽ ആംബുലൻസ് വരുന്നുണ്ട്, പാപ്പ സൈഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അടുത്തൊരു ഡാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഡാം കാണാൻ വേണ്ടി പോയതാണ്. പക്ഷെ ഇപ്പോൾ ഡാമിൽ വെള്ളം കുറവുള്ള സമയത്താണ് നമ്മൾ പോയത്.